മോളല്ലേ? അതെ, മൂത്ത ആളാ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ സ്ഥലത്തില്ല. എങ്കിൽ പുള്ളിയെ വിളിച്ച് സന്തോഷ വാർത്ത പറഞ്ഞോളൂ. ഷീ ഈസ് പ്രഗ്നന്റ്. ഷാരികേച്ചി കോളടിച്ചല്ലോ. ഞാൻ പറഞ്ഞില്ലേ മോളെ, മോളുടെ ഈ സങ്കടമൊക്കെ മാറ്റാനായി ഈശ്വരനൊരു വഴി കാണിക്കൂന്ന്. നിനക്ക് ലാളിക്കാനും ഓമനിക്കാനും ഒരു കുഞ്ഞു വന്നു കഴിയുമ്പോ നിന്റെ ഈ സങ്കടമൊക്കെ മാറും. അതെ, ഒരിക്കൽ അബോർഷൻ ആയതുകൊണ്ട് വളരെയധികം കെയർ ചെയ്യേണ്ടി വരും. 1-2 ആഴ്ച ഫുൾ റെസ്റ്റ് എടുക്കണം. ഞാൻ കുറച്ച് മെഡിസിൻസ് കുറിക്കുന്നുണ്ട്. ഇത് വാങ്ങി ഇന്ന് തന്നെ കഴിച്ചു തുടങ്ങണം. കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ് എഴുതാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ. അതിപ്പോ എത്ര രാത്രിയായാലും ഫോർമാലിറ്റീസ് ഒന്നും നോക്കണ്ട, വിളിച്ചാ മതി. ശരി, എന്നാ ഞാൻ ഇറങ്ങുന്നു. മോളെ ചെല്ല്. ഇപ്പൊ വരാം. ഇനി നിന്നെ ഉപേക്ഷിച്ച് പോയവരൊക്കെ നിന്റെ മുന്നിലെത്തും. ഈ ഒരു സന്തോഷ വാർത്തയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതറിയുമ്പോ രാജീവനും സന്തോഷാവും. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, രാജീവേട്ടന്റെ അമ്മ കഴിഞ്ഞ വേറെ എന്തോ ഉള്ളൂ. ഇപ്പോഴും എന്നേക്കാൾ ഇഷ്ടം രാജീവേട്ടന്റെ അമ്മയെ തന്നെ. ആ ഇഷ്ടം നിന്നോടും നിന്റെ കുഞ്ഞിനോടും ആക്കിയെടുക്കണം. എന്നാലേ നിന്റെ ജീവിതത്തിന് ഒരു ഉറപ്പുണ്ടാവും. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് കിടന്നോട്ടെ അമ്മ. എത്ര നാളായി ഞാൻ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഒന്ന് കിടന്നിട്ട്. രാജീവിനെ വരുത്തണം, കാര്യങ്ങൾ സംസാരിച്ച് തീർക്കണം. ഇനി ഇവിടെ മറ്റൊരു ശാരദ വേണ്ട. അച്ഛനെ ഇത് ശരിയാവും തോന്നുന്നുണ്ടോ? ഏയ്, ശരിയാവാതിരിക്കപ്പോ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ? അച്ഛൻ നല്ല ഒന്നൊന്നര ആണല്ലേ അച്ഛനെ. അതിനെന്താണെന്നോ അച്ഛനെ? ഒറ്റ ജോലി കയറിയ പിന്നെ ആശാൻ ഉണ്ടായിരുന്ന വില എവിടെ പോയി നിൽക്കുന്ന ആശാൻ ഈ പറയുന്നേ? മൊത്തത്തിൽ പുല്ല് വിലയായിരിക്കും അച്ഛനെ. കമല, ഇവിടെ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നേ ശാലിനി തന്നെയാ. അതുകൊണ്ടേ അവളുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ട്, നല്ല എതിർപ്പുണ്ട് അച്ഛനെ.